അപ്പോ ഞാൻ വിദ്യാൽവി ഇന്ന് എന്നെ തന്നെ ഞാൻ ട്രീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. കാരണം വേറൊന്നുമല്ല, കുറച്ച് നാളായിട്ട് കുറച്ച് ഹെയർ ഫോൾ കൂടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും നോക്കി 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 ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വന്തമായിട്ട് ഞാൻ എന്താ പറയാ സ്കാൽപ്പ് ചെക്ക് ചെയ്തിട്ടല്ല ചെയ്യുന്നതായിരുന്നു. കുറച്ച് ദിവസം ഡ്രൈ സ്കാൽപ്പ് ആയിരുന്നതുകൊണ്ട് എന്റെ ഡ്രൈ സ്കാൽപ്പിനുള്ള എന്താ പറയാ ആഫ്റ്റർ കെയർ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഹെയർ ഫോൾ ഇച്ചിരി കൂടിയപ്പോഴത്തേക്കും എന്റെ സ്റ്റാഫ് പൂർണിമയാണ് ഹെയർ ചെക്ക് ചെയ്യുന്നത്. അപ്പോ പുള്ളിക്കാരി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഡാൻഡ്രഫ് ആയിട്ടുണ്ട്. വൃത്തിയില്ലാത്തതിന്റെ കുറവൊന്നും അല്ല കേട്ടോ. കാരണം വേറൊന്നും അല്ല, വന്നത് നമുക്കിപ്പം പല ക്ലയൻസും വരുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നമ്മൾ തലയിൽ അങ്ങനത്തെ ഉള്ള സ്കാർപ്പ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടായിരിക്കൂല നമ്മൾ ചെയ്യുന്നത്. മീൻസ് ചെയ്യുന്ന ടൈമിൽ ഇത് പൊടി പറന്നിട്ട് നമ്മുടെ സ്കാൽപ്പില് കാര്യങ്ങളൊക്കെ വന്നാലും നമുക്ക് ഉടനെ തന്നെ അത് ഇൻഫെക്ഷൻ ബാധിക്കും. അപ്പൊ അങ്ങനെ കിട്ടിയതായിരിക്കണം, അറിയത്തില്ല. എന്തായാലും വീട്ടില് അങ്ങനെ അധികം ആർക്കും എന്റെ എന്താ പറയാ മോനും ഹസ്ബൻഡിനും ഒന്നും അധികം ഡാൻഡ്രഫ് ഇല്ല. അപ്പൊ ഞാനിത് അവർക്ക് കൊണ്ട് കൊടുക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഇനി എന്നെ അങ്ങ് ട്രീറ്റ് ചെയ്ത് മാറ്റാന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോയിലൂടെ കാണാം. നോർമലി ഞങ്ങള് ഫസ്റ്റ് ഒരു സ്ക്രബ് കൊടുത്തിട്ടാണ് നമ്മള് ബാക്കി എല്ലാ പ്രോസസ്സും ചെയ്യുന്നത്. ബിഫോർ സ്കാൽപ്പിന്റെ അവസ്ഥയും ഞാൻ എന്തായാലും സ്ക്രീനിൽ കാണിച്ചു തരാം. ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. എന്റെ സ്കാൽപ്പ് എല്ലാം നല്ല ക്ലിയർ ആയി. കൂടുതൽ എനിക്ക് ഇതിൽ എന്താണെന്നറിയോ ഭയങ്കര വണ്ടർ അടിച്ചത് വേറൊന്നുമല്ല, നേരത്തെ ഭയങ്കര ജീവനില്ലാത്ത പോലെയായിരുന്നു. ഇപ്പൊ നല്ല സ്ട്രെങ്തും സ്ട്രോങ്ങും ആയി. എനിക്ക് ഈ ഡാൻഡ്രഫ് പോയതിനെക്കാട്ടും അതിനെക്കാട്ടും ഹാപ്പി ആയത് ആ ഒരു ഹെയർ കാണുമ്പോഴേ അതിന്റെ ഒരു എന്താ പറയാ ജീവനുള്ള ഹെയറിന്റെ ഒരു ലുക്കായി. നേരത്തെ ഒരുമാതിരി ശോഷിച്ച് കിടന്നേ, ഇപ്പൊ നല്ല ഹെയർ വന്നിട്ട് നന്നായിട്ട് സ്ട്രെങ്തും സ്ട്രോങ്ങും ആയി. പൂർണിമ ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്, ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാൻഡ്രഫ് ആണെന്ന് കരുതിയില്ല, ഡ്രൈ സ്കാൽപ്പ് ആയതുകൊണ്ട് ഞാൻ നോർമലി അത് തന്നെ എപ്പോഴും ചെക്ക് ചെയ്യാണ്ട് അത് തന്നെ അങ്ങ് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാവരുടെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്യാറില്ലായിരുന്നു. വേറൊന്നുമല്ല, പ്രാവശ്യം ഞാൻ ചെക്ക് ചെയ്യാണ്ടാണ് നോർമലി ഡ്രൈഡ് തന്നെ ചെയ്യാൻ പറഞ്ഞ് ചെയ്തു. പക്ഷെ എനിക്ക് ഹെയർ ഫോൾ കുറവില്ലായിരുന്നു. നോക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ റിസൾട്ട് കിട്ടും. 2-3 ദിവസം കഴിയുമ്പോൾ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റും എനിക്ക് ഹെയർ ഫോൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ആ ചെയ്ത് കഴിഞ്ഞാലും എന്റെ കയ്യിൽ ഇങ്ങനെ ഹെയർ വരുന്നുണ്ട്. അപ്പൊ ഞാൻ സ്കാൽപ്പ് ചെക്ക് ചെയ്യാതെ ചെയ്തിട്ടാവും അങ്ങനെ ഒരു പ്രശ്നം വന്നത്. ഇപ്പൊ എന്തായാലും എനിക്ക് അങ്ങനെയൊന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെയർ ഫോൾ ഉണ്ടാവൂല എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.